സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ ഒരു ദിവസം ഓരോ ദിവസവും അവൻ നിത്യമായി കൃത്യമായി ഓതുകയാണെങ്കിൽ ശിർക്ക് അല്ലാത്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു അവനിക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചെയ്തു പോകുന്ന ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ആമന റസൂൽ എന്ന ഈ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ മതി എല്ലാ ദിവസവും. വീണ്ടും നമുക്ക് കാണാം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആമന റസൂലു എന്ന ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഓതിക്കഴിയുമ്പോൾ ആമീൻ പറയുമായിരുന്നു. സ്വഹാബിമാര് ഇത് ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു. കാരണം ഈ ആമന റസൂലു എന്നുള്ളത് അതൊരു ദുആയാണ്. ദുനിയാവും ആഖിറവും എല്ലാം ചോദിക്കുന്ന ഒരു ദുആയാണ്. അതുകൊണ്ട് ഇത് ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. വീണ്ടും ഒരു മഹത്വം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താ നബി തങ്ങൾ പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതമ സൂറത്തുൽ ബഖറ ബിആയതൈനി അഅ്താനിഹിമാ മിൻ കൻസിഹി അല്ലദീ തഹ്തൽ അർശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ആമന റസൂലു എന്ന 2 ആയത്തുകൾ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫതഅല്ലമൂഹുമാ വഅല്ലിമൂഹുമാ നിസാഅകും വഅബ്നാഅകും. ഈ 2 ആയത്തുകൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണേ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ. കാരണം അത്രമാത്രം ശ്രേഷ്ഠതകളുള്ള ഒരു ആയത്താണ് ഈ ആമന റസൂലു എന്നുള്ളത്. വീണ്ടും നമുക്ക് കാണാം വഇന്നഹുന്ന ദുആ. ഈ ആമന റസൂൽ എന്നുള്ളത് ഒരു ദുആയാണ്. 7 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ദുആയാണ്. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമ്മുടെ പരലോകവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ഉണ്ടാവണമെന്നുള്ള തേട്ടങ്ങളുള്ള 7 ദുആകൾ ചേർത്തിട്ടുള്ള ആയത്താണ് ആമന റസൂലു. പിന്നെയോ 6ാമതായി ഇതിന്റെ മഹത്വം പറയുന്നത് വഇന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന. ഇത് ഈ ആയത്ത് ഓതിയ ഒരു മനുഷ്യൻ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. സ്വർഗ്ഗത്തിൽ കടക്കും, അത് തീർച്ചയാണ്. പിന്നെയോ വഇന്നഹുന്ന യുർദീന റഹ്മാൻ. അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ 2 ആയത്തുകൾ ഓതണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ ഈ ആയത്തുകൾ മതിയാകുന്നതാണ്. വീണ്ടും നമുക്ക് കാണാം 8ാമതായി പറയുന്നു വഹുമാ യശ്ഫിയാൻ. ഇത് രോഗങ്ങൾക്കുള്ള ശിഫയാണ്. മാനസികമായ ശാരീരികമായ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. എന്തെങ്കിലും ടെൻഷനുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ആയത്ത് ഒരു 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചത്തൂതിൻ ഇൻഷാ അല്ലാഹു തആല ടെൻഷനുകൾ മാറ്റി നൽകും. പിന്നെ 9ാമതായി വഹുമാ യുഹിബ്ബുഹുമുല്ലാഹ്. ഈ 2 ആയത്തുകളെ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതുന്നവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. 10ാമത്തെ പ്രതിഫലം, രാത്രിയിൽ ഒരു മനുഷ്യൻ ഈ ആമന റസൂലു എന്ന ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഫഖദ് അക്സറ വഅതാബ. അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുവാനും അത് കാരണമാണെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 11ാമത്തെ ഈ ആമന റസൂലുവിന്റെ 11ാമത്തെ പ്രത്യേകത, ഇതൊരു ദുആയാണ്, ഇതൊരു ഖുർആൻ ആയത്താണ്, ഇതൊരു ദിക്റാണെന്ന നിലയിലും ഉമ്മമാരെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. 12ാമതായി പറയുന്നു ഒരു മനുഷ്യൻ രാത്രിയിൽ, അതായത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ കഫത്താ, അവനിക്കത് മതിയാകുന്നതാണ്. അതായത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവൻ ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇശാക്ക് ശേഷം ഓതിക്കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ കഫത്ത, അവനിക്ക് ഈ 2 ആയത്തുകൾ മതിയാകുന്നതാണ്. കാരണം നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ ആശയത്തിൽ കാണാം, അതായത് രാത്രി നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുന്നതാണ് ഈ ആമന റസൂലു എന്ന ഈ 2 ആയത്തുകൾ ഓതിയാൽ. 13ാമത്തെ പ്രത്യേകത, ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഖുർആനിൽ നിന്നും ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ്? അതോടൊപ്പം തന്നെ നബി തങ്ങളോട് വീണ്ടും ആ സ്വഹാബി ചോദിക്കുന്നു, ഏത് ആയത്തിൽ പറഞ്ഞ നേട്ടങ്ങളാണ് താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് ഉണ്ടാവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് നബിയെ? ആ സമയത്ത് നബി തങ്ങൾ ഈ 2 ചോദ്യത്തിനുമുള്ള ഉത്തരമായി പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആമന റസൂലുള്ളാഹ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ എന്റെ സമുദായത്തിന് ഏറ്റവും കൂടുതലായി കിട്ടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ സമുദായത്തിന് കിട്ടേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. 14ാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി രാത്രി ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതാതെ കിടക്കുകയില്ല. ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
ഉണ്ട് എങ്കിൽ അടുത്ത പണി ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ആമൻ റസൂൽ ഓതിയിട്ട് വേണം കിടക്കാൻ. 15-ാമതായി ഇതിന്റെ പ്രത്യേകത കാണുന്നത് ശത്രുക്കൾ, അത് മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, റൂഹാവട്ടെ, ജന്തുക്കളാവട്ടെ, ജീവികളാവട്ടെ, എല്ലാത്തിൽ നിന്നും കാവലുണ്ടാകും. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ എന്ത് നമുക്ക് അള്ളാഹുവിന്റെ വലിയ സഹായം കിട്ടിക്കൊണ്ടിരിക്കും, വലിയ കാവലുണ്ടാകും, ഹിഫുണ്ടാകും. 16-ാമതായി ഇതിന്റെ പ്രതിഫലം പറയുന്നത് കണ്ണേറ്, സിഹർ, അസൂയ, കരിനാക്ക് തടയാനും ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ ബുദ്ധി കൂർമ്മത ഉണ്ടാകുന്നതാണ്. 17-ാമത്തെ ഇതിന്റെ പ്രത്യേകത പറയുന്നത് ഈ ആയത്തുകൾ, ഈ ആമന റസൂൽ എന്ന ഈ 2 ആയത്തുകൾ എഴുതി ഒരു കടലാസിൽ വെച്ച് തലയിണയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ അവനിക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നതാണ്, ശാന്തി ഉണ്ടാകുന്നതാണ്. 18-ാമതായി ഇതിന്റെ പ്രതിഫലം പറയുന്നത് ചെറിയ കുട്ടികൾ, അവിടെ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ തൊട്ടിലുണ്ടല്ലോ, തൊട്ടിൽ കെട്ടും. ആ തൊട്ടിലിന്റെ കയറിലോ അല്ലെങ്കിൽ അതിന്റെ പടിയിലോ എന്ത് ചെയ്യുക, ആമന റസൂൽ എഴുതിയ പേപ്പർ നമ്മൾ അതിൽ സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ല. ഇനിയോ 19-ാമത്തെ പ്രത്യേകത, ഒരു മനുഷ്യൻ ഇത് മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസവും ഇത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്നാൽ, ജീവിത വിഭവത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കും. അവന്റെ മക്കൾ, അവന്റെ സന്താനം, അവന്റെ കച്ചവടം, അവന്റെ ബിസിനസ്, എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ 20-ാമത്തെ ഇതിന്റെ പ്രത്യേകത പറയുന്നത് വീട്ടിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ ഇത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓതുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വിജയവും ബറക്കത്തും അല്ലാഹുവിന്റെ ഖൈറും ഉണ്ടാകും. 21-ാമത്തെ പ്രത്യേകത എന്തെന്നറിയോ, രോഗങ്ങൾ മാറാൻ, രോഗികളായി മാറാതിരിക്കാൻ 11 ദിവസം ഇത് തുടർച്ചയായി ഓതി, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതി, അത് ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഇത് നമ്മൾ കുടിക്കുക. രോഗികളായ ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അവർക്ക് ഇതൊരു ആത്മീയമായ ചികിത്സയാണ്, ആത്മീയമായ മരുന്നാണ്. 22-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഘോരമായ ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ശബ്ദം കേട്ടത് ജിബ്രീലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, അത് ആകാശത്ത് ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറന്നതിന്റെ ഒച്ചയാണ് കേട്ടത്, ശബ്ദമാണ്. അതിൽ നിന്നും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് വരുന്നുണ്ട്. ആ മലക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കൾക്ക് 2 പ്രകാശങ്ങൾ അല്ലാഹു തആല നൽകാൻ പറഞ്ഞു. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രകാശമാണ്. രണ്ടാമത്തേത് ഖവാതീമുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. 23-ാമത്തെ പ്രത്യേകത മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഇറക്കി കൊടുത്തത്. പക്ഷേ ആമന റസൂലു എന്നുള്ള ഈ ആയത്തുകൾ അത് നബി തങ്ങൾക്ക് അല്ലാഹു നേരിട്ട് കൊടുത്തതാണ്, ഒരു മലക്ക് വഴിയല്ല, നേരിട്ട് കൊടുത്തതാണ്. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത ഏറെയാണ്. 24-ാമത്തെ പ്രത്യേകത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ, ഒരാൾ വന്നിട്ട് ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആമന റസൂൽ ഒന്ന് ഓതി കേൾപ്പിച്ചാൽ മതി, അവനിക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بسم الله الرحمن الرحيم
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين